1992 ബോംബെയിൽ പഠിക്കാൻ വേണ്ടി ചെല്ലുന്നത്. 3 ദശകം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു പുതിയ ചരിത്രത്തിൻ്റെ ഒരു സമയം കൂടിയാണ്. കാരണം ഏതാണ്ട് 1/4 നൂറ്റാണ്ടിൽ കൂടുതലുണ്ട്. പക്ഷേ ആ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയ അവസ്ഥ മാറുന്നുണ്ട്. അതിലെ ഒരു ആർട്ടിസ്റ്റ് ആണ് റിയാസ് കോം. ശരിക്കും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അതിൻ്റെ മാറ്റങ്ങൾ, അതിൻ്റെ എവല്യൂഷൻ, അതിലുണ്ടായിരിക്കുന്ന ചിത്രകല റെവല്യൂഷൻ എല്ലാത്തിനെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ 1992 മുതൽ നമ്മളിപ്പോൾ 24 നിൽക്കുമ്പം ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നു, രാമക്ഷേത്രം ഉണ്ടാകുന്നു. ഇതാണ് അതിൻ്റെ ഒരു രണ്ടറ്റങ്ങൾ. അപ്പോൾ ആ അറ്റത്തിനിടയ്ക്കുള്ള ഒരു കലാജീവിതമാണ് റിയാസ് കോമിൻ്റെ കലാജീവിതം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ശരിക്കും ഞാൻ ബോംബെയിൽ 1992 എത്തിപ്പെടുന്നത് എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ഒരു താല്പര്യം എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ഡിസൈനിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സഹോദരൻ എന്നെ നിർബന്ധിക്കുകയാണ്, നീ ഈ ഒരു മേഖലയിലേക്ക് പോകുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ അത് JJയിൽ അന്ന് JJ സ്കൂൾ ഓഫ് ആർട്ടിൽ ബോംബെയിലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അന്ന് ടെക്സ്റ്റൈൽ ഡിസൈൻ ഒരു സബ്ജക്റ്റാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ JJയിൽ ചേരുന്നത്. ചേർന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഉണ്ടാകുന്നതും അതിന് തുടർന്ന് ബോംബെയിൽ കലാപം ഉണ്ടാകുന്നതും പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം, ചെറിയൊരു ഗ്യാപ്പിന് ശേഷം, ബോംബെ ഭയങ്കരമായിട്ട് പിടിച്ച് കുലുക്കിയ ബോംബെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വേറൊരു രീതിയിൽ വിറ്റ്നസ് ചെയ്ത ഒരു ബോംബ് ബ്ലാസ്റ്റ് സീരീസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സെക്കുലർ അല്ലെങ്കിൽ പൊളിറ്റിക്കലി വളരെ ആക്റ്റീവായിരുന്ന ഒരു പ്രമൈസിൽ നിന്ന് പോയത് കാരണം കൊണ്ട് ആയിരിക്കാം തുടക്കം മുതലേ ഇത്തരം അട്രോസിറ്റികളെ അതിനെ അഗെയിൻസ്റ്റായിട്ട് സംസാരിക്കേണ്ട, അതിനെ അഗെയിൻസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം അത് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ ഫാമിലി എന്നുള്ള രീതിയിൽ ഞാൻ അത്രയൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നൊരു ഫസ്റ്റ് ഇയർ അവസാനമൊക്കെ ആയപ്പോൾ, അക്കാഡമിക് ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണമെന്ന് തോന്നി. ഞാൻ ഇനി ടെക്സ്റ്റൈൽ ഡിസൈൻ അല്ല ഫോളോ ചെയ്യുന്നത്, വിഷ്വൽ ആർട്ടിലേക്ക് മാറുകയാണെന്നുള്ളത് ഞാൻ എൻ്റെ ബ്രദറിനോടൊക്കെ അറിയിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആണ് ശരിക്കും വിഷ്വൽ ആർട്ട് ഫോക്കസ് ചെയ്യുന്നതും പെയിൻറ്റിങ് ഫോക്കസ് ചെയ്യുന്നതും. പക്ഷേ നമ്മൾ ഈ 92 എൻ്റെ ആർട്ട് പ്രാക്ടീസിൻ്റെ അല്ലെങ്കിൽ അത്തരമൊരു ആർട്ട് പ്രാക്ടീസ് തുടങ്ങുന്നതിൻ്റെ കാരണമാകുന്നത് അല്ലെങ്കിൽ കാരണമായത് എങ്ങനെ എൻ്റെ ഭാഷയെ സ്വാധീനിച്ചു എന്നുള്ളത് എൻ്റെ ഈ കഴിഞ്ഞ 30 വർഷത്തെ പ്രാക്ടീസിൻ്റെ എനിക്ക് തോന്നിയിട്ട് ഒരു റിഫ്ലക്റ്റീവ് ഒട്ടുമിക്ക അതിനുശേഷം ചെയ്തിട്ടുള്ള എല്ലാ പരിപാടികളിലും, ആർട്ടായാലും മറ്റു എഴുത്തായാലും അതുപോലെ തന്നെ മറ്റുള്ള ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളായാലും എഡ്യൂക്കേഷൻ പ്രൊജക്റ്റുകളായാലും എല്ലാറ്റിലും ആ ഒരു സെക്യുലർ ഡിസ്കോഴ്സിനെ അല്ലെങ്കിൽ ഒരു മൾട്ടികൾച്ചറൽ ഡിസ്കോഴ്സിനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ആർട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യണമെന്നുള്ളത് അത്തരം ഒരു ഡെഫിനറ്റീവായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ആർട്ട് പ്രാക്ടീസിനെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഉരുക്കൂട്ടുന്ന അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആദ്യ വർഷം തന്നെ അനുഭവിച്ച ആ ഒരു കോൺട്രാസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. അവിടെ ചെല്ലുന്നതിന് മുമ്പ്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഷിഫ്റ്റ് നടക്കുകയാണ്, അതായത് നമ്മുടെ ഒരു കാഴ്ചയിലും നമ്മുടെ ചിന്തയിലും ഒക്കെ തന്നെ ഇതൊരു ഷോക്കാണല്ലോ. ഈ എന്തായാലും നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു പരിതാവസ്ഥയിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ബാബറി മസ്ജിദിൻ്റെ ആ ഒരു തകർക്കുന്ന ആ സംഭവം എന്നുള്ളത് വലിയ ഷോക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ വിശാലമായിട്ട് പറയുന്ന കാഴ്ച അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും പ്രത്യേകം വേണ്ട കാഴ്ചയിൽ എന്ത് തരത്തിലുള്ളൊരു ഇതാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആ സമയത്ത്? അതായത് അതുവരെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു കലാലോകവും പിന്നീട് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന കലാലോകവും തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ലേ? എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഏറ്റവും കുറച്ച് പ്രതിപാദിച്ചു പോകേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എൻ്റെ തന്നെ
ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അല്ലെങ്കിൽ കുടുംബം, പാരമ്പര്യം, ഇത്തരം സംഭവങ്ങൾ. അതിൽ പ്രധാനമായിട്ട് എൻ്റെ ഫാദറിൻ്റെയൊക്കെ ഒരു സ്വഭാവ രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടു നടന്നിരുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പ്രദേശത്തിൻ്റെ ഒരു ഹിസ്റ്ററി റിഫ്ലക്റ്റഡ് ആണ്. ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ശരിക്കും കരുവന്നൂർ, എട്ടുമന, അതുപോലെ ഞാൻ എൻ്റെ സ്കൂളിങ് നടന്നത് ചേർപ്പിലാണ്. ചേർപ്പ്, പെരുമനം, ചിറ്റൂർ നാരായണ നമ്പൂതിരിപ്പാട് മെമ്മോറിയൽ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള അന്നത്തെ ചേർപ്പിലെ വലിയ ഒരു ലാൻഡ് ലോഡൊക്കെ ആയിരുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഇത്തരം എന്താ പറയുക വിദ്യാഭ്യാസ പരിപാടികളിൽ അതുപോലെ മറ്റു പല മേഖലകളിലും ആ പ്രദേശത്ത് ജനങ്ങളുമായിട്ട് ഇടപെട്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ഈ ഞാൻ താമസിക്കുന്ന ആ പ്രദേശത്ത് ഒരു 100-120 വർഷമൊക്കെ മുമ്പ് ഉണ്ടാകുന്നൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സെറ്റിൽമെൻറ്റ് വരുന്നു. ഒരു 1940കളിലാണെന്ന് തോന്നുന്നു. അന്ന് മഞ്ഞൂരാൻ സി ജേക്കബ് എന്നാണ് അന്നത്തെ അവിടുത്തെ അച്ഛൻ്റെ പേര്. അദ്ദേഹം ഒരു സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ആ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങുന്നത് നെല്ലൂത്ത് കമ്പനി, അതുപോലെ തന്നെ തീപ്പെട്ടി കമ്പനി. ആ തീപ്പെട്ടി കമ്പനിയുടെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് ഒരു കുട്ടികൾക്കുള്ള പ്രൈമറി സ്കൂൾ. അപ്പോൾ കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്നുള്ള രീതിയിൽ അതിനെ പ്രീ ഇമാജിൻ ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പ്രൈമറി സ്കൂൾ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ ആ തീപ്പെട്ടി കമ്പനി നടത്താനായിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്ന എൻ്റെ ഫാദറിനെയാണ്. എൻ്റെ ഫാദർ ഗുഡ് ഷെപ്പേർഡ് എന്ന പേരുള്ള ഒരു തീപ്പെട്ടി കമ്പനി അവിടെ നടത്താണ്. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ വളരെ അടുത്താണ്, ചേർപ്പ് CNN. അപ്പോൾ എൻ്റെ ആ ഒരു ഏർലി വളർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിന്ന് ആഘോഷിക്കുന്ന ഈ വർക്കിംഗ് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യമായിട്ട് എൻ്റെ ഫാദർ ഈ തീപ്പെട്ടി കമ്പനിയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അന്ന് തീപ്പെട്ടിയുടെ ഈ മരുന്നിൽ മുക്കുന്നതിന് മുമ്പ് ഒരു ട്രയൽ കൊള്ളി നിരത്തി വയ്ക്കുമല്ലോ. അപ്പോൾ അത് നിരത്തി വയ്ക്കാനായിട്ട് ഈ കമ്പനിയിൽ 95% സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും അവരുടെ അമ്മയോ മറ്റു സഹോദരിമാരോ വീട്ടിലുള്ളവർക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനായിട്ട് ഈ ട്രേ കൊടുത്തയക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു വളരെ സോഷ്യലി എൻഗേജിങ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് ചെറുപ്പം മുതലേ. പിന്നെ മരം എൻ്റെ വർക്കിൽ പിന്നീട് വരുന്ന മെറ്റീരിയലിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ പ്രൊമൈസിൽ നിന്ന് നമ്മൾ പോകുന്നു. ഞാൻ എന്നിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പഠിക്കാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു വേറൊരു കൾച്ചറൽ പ്രൊമൈസ്, ഒരു വേറൊരു ലെഗസി, വേറെ പെർട്ടിക്കുലർ ഹിസ്റ്ററി. പിന്നീടാണ് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ തൃശ്ശൂർ പഠിക്കുന്ന സമയത്താണ് എനിക്ക് JJ സ്കൂൾ ഓഫ് ആർട്ടിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം അന്ന് ഈ തുടക്കകാലങ്ങളിൽ തന്നെ ഈ ചെറിയ കുറിപ്പുകളൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ അനുഭവിച്ച ആദ്യ ഈ എന്താ പറയുക ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കണ്ടിട്ട് എഴുതുന്നൊരു വരിയുണ്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുള്ളതെന്ന്. എൻ്റെ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ മരണത്തിൻ്റെ നിറം പച്ചയായിരുന്നു, ഇനി എന്താണെന്ന് അറിയില്ല എന്ന് തുടക്കം തന്നെ നമ്മൾ എഴുതി വയ്ക്കുന്നുണ്ട്. സോ അത് തന്നെ ഒരു റിക്കറിങ് മോട്ടീവായിട്ട് എൻ്റെ തോട്ട് പ്രോസസ്സിൽ വരുന്നൊരു സാധനമാണ്. കാരണം ഞാൻ ചെന്ന് താമസിക്കുന്ന സ്ഥലം, ഞാൻ ആദ്യം താമസിക്കുന്ന മാഹിം ദർഗയുടെ അടുത്തുള്ളൊരു ടെക്സ്റ്റൈൽ യൂണിറ്റിലാണ്. അപ്പോൾ എന്തോ ഒരു നിമിത്തം പോലെ അതെൻ്റെ ഒരു റിലേറ്റീവിൻ്റെയൊക്കെ ആയിരുന്നു അത്. പിന്നീട് എനിക്ക് ഹോസ്റ്റലിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് എനിക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അവിടെ ട്രെയിൻ ചെയ്യുന്നു. പിന്നെ ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഇപ്പോൾ ഒരു ഇന്ത്യയിൽ ഒരു ലിബറൽ എക്കോണമി സ്റ്റാർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാരലായിട്ട് നമ്മൾ ഒരു ഫണ്ടമെൻ്റൽ അപ്രൈസിങ് ഉണ്ടാകുന്നു. വേറൊരു രീതിയിലുള്ള ഒരു ക്രിക്കറ്റ് ഒരു കളി എന്നുള്ള രീതിയിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മോഡേൺ ഒരു അർബൻ സെറ്റിൽമെൻറ്റിൻ്റെ പുതിയൊരു യങ് ജനറേഷൻ്റെ റെപ്രസെൻറ്റിങ് ഐക്കണായിട്ട് വളരുന്നു. അപ്പോൾ ഞാൻ ഈ ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ബോംബെയിൽ ചെന്നിട്ട് പെട്ടെന്നൊരു ക്രിക്കറ്റും കളിക്കായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു ഹബ്ബിൽ ചെന്നപ്പെട്ട ഒരു പുതിയൊരു ഷിഫ്റ്റിൻ്റെ ഒരു സമയം. അപ്പോൾ എൻ്റെ ഹോസ്റ്റല് വലതു ഭാഗത്ത് സച്ചിൻ ടെണ്ടുൽക്കറും ഇടത് ഭാഗത്ത് ബാൽ താക്കറെയാണ്. ഞാൻ അവിടെയാണ് ഒരു 7 വർഷം ജീവിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ ആദ്യമൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ സച്ചിൻ ടെണ്ടുൽക്കർ അന്ന് ആദ്യം മാരുതി സമ്മാനം കൊടുത്ത ഈ ഒരു ചോമ്പ 800 മാരുതിയൊക്കെ ഓടിച്ചിട്ട് ട്രെയിനിങ്ങിന് പോകുന്നത്.
ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു ഒരു സ്പേസിൽ വളരെ ഒരു ഭാഗത്ത് ഭയം, ഒരു ഭാഗത്ത് ഭയങ്കര ലിബറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ ഇന്ത്യ ഓപ്പൺ അപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഐക്കോണിക് ഇമേജ് ആയിട്ട് സച്ചിൻ ലെഗസി ബിൽഡ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പം ഇത്ര ഒരു സംഭവമുണ്ട്. നമ്മൾ അപ്പോൾ ഇത് പല രീതിയിലുള്ള കോൺട്രാസ്റ്റുകളാണ്. അതിപ്പോൾ ആർട്ട് മാത്രമല്ല, നമ്മൾ സോഷ്യൽ സ്പേസിൽ കാണുന്ന പൊളിറ്റിക്കൽ ഫിയർ. ഒരിക്കലും ഒരു നേതാവിനെ കുറിച്ചിട്ടൊരു സമൂഹം പരസ്യമായിട്ട് സംസാരിക്കാതിരിക്കുന്ന തീവണ്ടിയിലോ. അപ്പം നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് കേട്ട് വളർന്നു വന്നൊരു സമൂഹം പെട്ടെന്ന് സ്റ്റാറ്റിക് ആവുന്നു. ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നു. അപ്പം ഇത്തരം സംഭവങ്ങൾ മൊത്തത്തിൽ കോൺട്രാസ്റ്റാണ്. പക്ഷേ ആർട്ടൊരു സൊലാസ് പോലെ ഒരു ജെയിൽ പഠിക്കുന്നു. ജെയുടെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു അർബൻ സെൻറ്ററിലാണ്, സ്ഥിരം ആർട്ടിസ്റ്റുകൾ എക്സിബിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ കുറേ പല സീനിയർ ആർട്ടിസ്റ്റുകളും എക്സിബിറ്റ് ചെയ്യുന്നവർ വന്ന് താമസിക്കുമായിരുന്നു. എൻ്റെ റൂമിൽ പോലും താമസിക്കുമായിരുന്നു. അപ്പം ഇത്തരം ഒരു കോൺട്രാസ്റ്റ്, ഫിയർഫുൾ, അല്ലെങ്കിൽ ഒരു മൈഗ്രൻറ്റിൻ്റെ പുതിയൊരു മൈഗ്രൻറ്റിൻ്റെ എല്ലാ കൺസേണുകളും, അതുപോലെ തന്നെ ഈ മൈഗ്രൻ്റ് സ്പേസിനെ നോക്കി കാണുമ്പോൾ നമ്മൾ പഠിച്ചെടുക്കുന്ന, ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ഷോയുടെയൊക്കെ ടൈറ്റിലൊക്കെ തന്നെ അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്നെ തുടക്കം മുതൽ ആകർഷിച്ച, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് മൈഗ്രൻ്റ് ലേബറേഴ്സ് തന്നെയാണ്. കാരണം എനിക്ക് പലപ്പോഴും അവരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം നമ്മളും ഇതുപോലെ തന്നെ വലിയൊരു മഹാനഗരത്തിൽ ചെന്നപ്പെട്ട്, ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും 5 ബ്രദേഴ്സ് ഉണ്ടായിരുന്നവരൊക്കെ ഗൾഫിലേക്ക് പോയവരാ. അപ്പം എൻ്റെ ഫാദറിനും അല്ലെങ്കിൽ എൻ്റെ ഗൾഫിലേക്ക് പോയ ബ്രദേഴ്സിനും അവൻ വേറെ രീതിയിൽ പഠിക്കട്ടെ എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്കുണ്ടായിരുന്നു. അവനെ വെറുതെ നമ്മളും അവനെ ഗൾഫിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ വേറൊരു ട്രാക്കിലേക്ക് പോയതിൻ്റെ ഒരു ഫ്രീഡം എനിക്കുണ്ടായിരുന്നു. ഞാൻ താഴെയുള്ളവനായ കാരണം കൊണ്ടും എനിക്ക് അത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുണ്ടല്ലോ, ഒരു കുടുംബ പ്രാരാബ്ധം വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മൈഗ്രൻറ്റിനെ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ ഏർലി അണ്ടർസ്റ്റാൻഡിങ്ങുകൾ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ മൈഗ്രൻസിൻ്റെ ഒരു എൻട്രാപ്മെൻറ്റ് സംഭവം ഉണ്ടല്ലോ. കാരണം അവന് അർബൻ സെൻറ്ററുകളിലേക്കാണ് അവൻ വരുന്നത്, അല്ലെങ്കിൽ അവൻ്റെ നൈബറിങ് രാജ്യങ്ങളിലേക്ക് അവന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നമ്മളെക്കാളും സാമ്പത്തികമായിട്ട് ഭദ്രതയില്ലാത്ത രാജ്യങ്ങളുടെ ഒരു ചുറ്റും ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഏർലി അണ്ടർസ്റ്റാൻഡിങ് ആണ് ആ വരുന്നവരുടെ മുഖത്തുള്ള എക്സ്പ്രഷനുകൾ. അപ്പോൾ അവർ വിട്ടുപോരുന്ന അവരുടെ റിച്വലായാലും അവരുടെ ഫാമിലി ആയാലും ട്രഡീഷൻ ആയാലും കൃഷിയായാലും, അപ്പോൾ വലിയ ഒരു കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ടെങ്കിലും അതോടൊപ്പം അവർ സന്തോഷിക്കുന്ന മറ്റു മേഖലകൾ ഞാൻ പലപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് അവരുടെ ഡിസ്ക്രിമിനേറ്റീവ് സൈറ്റിൽ നിന്നാണ് രക്ഷപ്പെട്ടു വരുന്നത്. അവരെ മാറ്റി നിർത്തുന്ന, അവരെ ജാതീയമായിട്ട് മാറ്റി നിർത്തുന്ന, സാമ്പത്തികമായിട്ട് മാറ്റി. അപ്പോൾ അവരിലൊരു വേറൊരു രീതിയിലുള്ളത് ഈ പലതും ഉപേക്ഷിച്ചെങ്കിലും അവർ സ്വന്തം വ്യക്തിപരമായിട്ട് അവർ എന്തോ ഒരു സൈറ്റ് ഓഫ് ഫ്രീഡം ആ ഒരു അർബൻ സ്പേസിൽ, അത് ഞാനും എൻ്റെ ക്രിയേറ്റീവ് സ്പേസിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പല പല കോൺട്രാസ്റ്റുകളിലേക്കാണ് നമ്മൾ ചെന്നപ്പെടുന്നത്. ആ ഒരു വർഗീയത വളരുന്ന ആ ഒരു അവസരം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. ഇപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റലിലൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അന്നൊക്കെ തുടക്ക കാലഘട്ടങ്ങളിൽ വാർത്തകളും സംഭവങ്ങളൊക്കെ വരുന്ന പിള്ളേർ അങ്ങനെ പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല. അപ്പം എൻ്റെ അന്നൊക്കെ ക്യാമ്പസിലുണ്ടായിരുന്നവർ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചിലവർ റിമാർക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കൾ ഇങ്ങനെ ഇടപെടാറുണ്ട്. അങ്ങനെയൊന്നും പറയില്ലടാ എന്നുള്ള രീതിയിൽ. കാരണം അന്ന് ഞാൻ ഹോസ്റ്റലിൽ ഞാൻ മാത്രമാണ് ഒരു മുസ്ലിം സ്റ്റുഡൻ്റ് ആയിട്ടുള്ളത്. അപ്പം അത്തരം ഒരു ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ടുള്ളൊരു ബോധമൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ കയറുന്നതൊക്കെ ആ 92-93 കാലഘട്ടത്തിലാണ്. അപ്പം മൊത്തത്തിലൊരു കോൺട്രാസ്റ്റിംഗ് സൈറ്റിലാണ് നമ്മൾ ചെന്നപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ബോംബെയിലേക്ക് പോകുന്ന ഒരു ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഈ പറഞ്ഞ കാഴ്ചയുടെ മാറ്റങ്ങളും നമ്മുടെ മനസ്സിൽ വന്ന് വധിക്കുന്ന ബിംബങ്ങളൊക്കെ മാറുന്നുണ്ട്. അതോടൊപ്പം ഈ ഭാഷയുടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ഒരു മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ബോംബെ പോലെയുള്ള ഒരു നഗരത്തിൻ്റെ പല ഭാഷകളുടെ ഒരു നഗരത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താ? ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച കാരണം കൊണ്ട് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ. ഈ എന്താ പറയുക, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഹിന്ദി. ക്യാമ്പസിൽ ഹിന്ദിയാണ്, പക്ഷേ ക്യാമ്പസിൽ ഹിന്ദിയാണെന്നുണ്ടെങ്കിലും പഠിപ്പിക്കുന്നത് മറാഠിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു കോസ്മോപൊളിറ്റൻ
ജെയുടെ ക്യാമ്പസിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഭയങ്കര കോസ്മോപൊളിറ്റനാണ്. പല വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് മൈഗ്രൻ്റ് സൊസൈറ്റിയുടെ സെക്കൻഡ് ജനറേഷൻ കുട്ടികളും ഒക്കെ പഠിക്കുന്നതായ കാരണം കൊണ്ട് അവർക്ക് അറിയാം ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ എൻ്റെ തുടക്കത്തിലേക്ക് എൻ്റെ ഒരു ആക്സൻ്റൊക്കെ ഒരു തമാശയാക്കുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു വിഷ്വൽ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായത് കാരണം കൊണ്ട് നമ്മളുടെ ശ്രദ്ധ എപ്പോഴും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഷ, നമ്മളതിൻ്റെ ഒരു ഡെവലപ്മെൻ്റൽ പ്രോസസ്സിൽ അത് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ ഒരു അക്കാഡമിക് സ്പേസിലാണ് നമ്മൾ ചെന്ന് പെടുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഭാഷ നമ്മളിലിങ്ങനെ മെല്ലെ മെല്ലെ എല്ലാ രീതികളിലും എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ ഞാൻ വളരെ ഫ്ലുവൻ്റായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു ഭാഷ ഒരു തടസ്സമല്ലാത്ത പെട്ടെന്നാണ്. ഇപ്പോൾ ഇംഗ്ലീഷായാലും അതെൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ധാരാളം ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഇംഗ്ലീഷും ചെറുതായിട്ട് ഇങ്ങനെ ഒരു വലിയ നാണമൊന്നും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഭാഷ എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു ഹഡിലായിരുന്നു എന്നുള്ളത്. അതെനിക്ക് ഇപ്പം എൻ്റെ അമ്മാവന്മാരൊക്കെ അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ സംസാരിച്ചിരുന്ന ഭാഷ ബംഗാളിയായിരുന്നു. കാരണം അവർ ബിസിനസ്സും സംഭവം. അപ്പം അങ്ങനെ ചെറുപ്പം മുതലേ ഒരു വ്യത്യസ്ത ഭാഷ നമ്മൾ വീട്ടിൽ തന്നെ ഒക്കെ കേട്ട് പിന്നെ എൻ്റെ ബ്രദേഴ്സ് യാത്ര ചെയ്യുന്നവർ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ എന്നാലൊരു മൈഗ്രൻ്റ് എന്നുള്ളത് നമ്മളും സ്വയം ഒരു മൈഗ്രൻ്റ് ആണല്ലോ. അപ്പോൾ പലതരം ഭാഷ, പലതരം ദേശങ്ങൾ, പലതരം സംസ്കാരങ്ങളെല്ലാം കൂടി ഈ പറഞ്ഞ കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള വലിയൊരു വലിപ്പം അതിനുണ്ടെങ്കിലും അതിനുള്ളിൽ ഇങ്ങനെയുള്ള യൂണിറ്റുകളാണല്ലോ. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്ന എത്തിച്ചേർന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ അന്നത്തെ ഒരു അനുഭവം? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം എൻ്റെ റൂം പാർട്ട്ണറായിരുന്നത് അവിടെ ഒരു 3 വർഷത്തോളം എൻ്റെ റൂമിലുണ്ടായിരുന്നൊരു പയ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാരാഷ്ട്രയിൽ വളരെ റൂറലായിട്ടുള്ളൊരു സൈറ്റിൽ നിന്ന് വരുന്നതാണ്. ഈ മഹാരാഷ്ട്രയിൽ തന്നെ നമ്മൾ ഈ കേരളത്തിൽ പറയുന്ന പോലെ ഈ സ്ലാങ്ങിലുള്ള മറ്റേ വൈവിധ്യം ഉണ്ടല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ചില സമയത്ത് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കായിരുന്നു. മറാഠി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. പിന്നെ എനിക്ക് നന്നായിട്ട് കേട്ടാൽ മനസ്സിലാവുന്ന ഒരവസ്ഥയിൽ അപ്പോൾ എനിക്ക് എൻ്റെ ഹോസ്റ്റലിലെ റെക്ടർ പോൾ കോളി എന്ന് പറയുന്ന അദ്ദേഹം ബോംബെയിലെത്തിയ സമയത്ത് എന്നോട് ആദ്യമായിട്ട് ഉപദേശിച്ചത് നീ മറാഠി സംസാരിക്കാൻ പഠിക്കണമെന്ന്. അപ്പോൾ അതിലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾക്കൊരു കൺവെർസേഷനിൽ ഇടപെടാനും പല കാര്യങ്ങളും ഈസി ചെയ്യുന്ന ഒരു സൈറ്റ് ലാംഗ്വേജ് ആണ് എന്നുള്ള ഒരു ഉപദേശം. ബട്ട് ഐ തിങ്ക് അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ മറാഠി സംസാരിക്കാനൊക്കെ ഉള്ള അത്. ഇപ്പോൾ കമൽ ചോദിച്ചതിൽ അതിൻ്റെ ഒരു കൾച്ചറൽ സ്പേസാണത്. പെട്ടെന്ന് നമുക്ക് പലരുമായിട്ട് ഇടപെടാൻ അവിടുത്തെ ലോക്കൽ ഭാഷ പഠിക്കുക എന്നുള്ളത്. അല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല നമ്മളൊരു മൈഗ്രൻ്റാണ് അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നൊരു കക്ഷിയാണ്. പക്ഷേ ഞാൻ അനുഭവിച്ചിരുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് തുടക്കം മുതലേ അത് കേരളത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ പല മലയാളികളായ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനൊരു ക്യാമ്പസിൽ ആയ കാരണം കൊണ്ട് ഒരു അപ്പർ ഹാൻഡ് അത് കുട്ടികളുടെ ഇടയിൽ ഞാൻ ചെല്ലുന്നതിന് 21 വയസ്സിന് ശേഷമാണ്. കൂടെ പഠിച്ചിരുന്നവരൊക്കെ 17-18 വയസ്സുള്ളവരും SSLC കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് അവിടെ അഡ്മിഷൻ കിട്ടുമായിരുന്നു. +2 കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്നവർ അത് മാത്രമല്ല കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഞാൻ ആദ്യത്തെ എൻ്റെ എക്സ്പീരിയൻസുകളാണത്. അവരുടെ ഇടയിലുള്ള പെർസെപ്ഷൻ ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളാണ്. അത് കൂടിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ വേറൊരു രീതിയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്തിട്ടുള്ള പല മേഖലകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള പല ഇൻ്റർവെൻഷനുകളും ആ ഒരു ക്രെഡിബിലിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് ഇപ്പോൾ പോസ്റ്റ് ബിനാലെ സൈറ്റിലൊക്കെ കേരളത്തിലേക്ക് ആളുകൾ നോക്കുന്നത് തന്നെ കേരളത്തിൽ ആ ഒരു സൈറ്റ് ഓഫ് ഡിസെൻറ്റ് പോസിബിൾ ആണെന്നുള്ളത്. അപ്പോൾ നമ്മളും അന്ന് 92 പഠിക്കാൻ ചെല്ലുമ്പോൾ ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആണ്, നിങ്ങൾ ഹൈലി ലിറ്ററേറ്റ് ആണ് എന്നൊക്കെ പറയുന്നത് അവർ നമ്മളോട് നമുക്ക് തരുന്നൊരു പോസിറ്റീവ് റിമാർക്കാണ്. അതിനൊരു ഭാഷയൊന്നും അതിനൊരു തടസ്സമൊന്നുമല്ല. അത് നമ്മളുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ അപ്ബ്രിങ്ങിങ്ങിൻ്റെ അല്ലെങ്കിൽ കൾച്ചറൽ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഒരു സെക്കുലർ ലീനിയേജുകളുടെ ഒരു മൾട്ടി കൾച്ചറൽ സൈറ്റിൽ നിന്ന് വരുന്നതിൻ്റെ അത് നമ്മളുടെ ബിഹേവിയറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് മേ ബി ദാറ്റ് വാസ്
അത് എല്ലാ കാലത്തും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിന്നിട്ടുള്ളതാണ്. മലയാളി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ക്യാമ്പസിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലൊക്കെ, എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ ചർച്ച തന്നെ ചില സമയത്ത് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത് തന്നെ അത് ഓപ്പൺ അപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തൊക്കെ പെട്ടെന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്യുന്നറിയാം, ആ ഒരു ഡിസ്കഷനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നറിയാം, അല്ലാതെ നമ്മളവിടുന്ന് എസ്കേപ്പ് ചെയ്യില്ല എന്നറിയാം. അപ്പോൾ എപ്പോഴും അന്ന് നിലനിന്നിരുന്ന ഒരു സബ്ജക്റ്റുകളിൽ നമുക്കെപ്പോൾ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അത് ആ റെസ്പെക്റ്റ് നിലനിൽക്കുന്നതുകൊണ്ട് കൂടിയാണ്. ഈ മൈഗ്രൻസിനോടുള്ള ഒരു പൊതു ആഭിമുഖ്യം, അതായത് ഇപ്പം നമ്മുടെ റിയാസിൻ്റെ എല്ലാ അന്വേഷണങ്ങളിലും യാത്രകളിലും ഒക്കെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു പാസ്റ്റിനെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പോലും ആർക്കൈവ് ചെയ്യാനുള്ള ഒരു വലിയൊരു ശ്രമം പിന്നീടുള്ള വർക്കുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ യാത്രകൾ, ഞാനൊരു പേഴ്സണലായ ചോദ്യം ചോദിക്കുകയാണ്. ഒരു അവധൂതനായ ഒരു അമ്മാവനെ പറ്റി കുടുംബത്തിലുണ്ടായിരുന്നപ്പോഴേക്കും പറഞ്ഞായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയിനോടുള്ള, അങ്ങനെ പുറപ്പെട്ടു പോകുന്ന യാത്രകളോടുള്ള ഒരു താല്പര്യം വികസിക്കുന്നുണ്ട് ഈ സമയത്ത്? എനിക്ക് തോന്നുന്നു ഞാൻ ബോംബെയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് ഒരു അക്കാഡമിക് ഫ്രീഡം ഉണ്ട്. അത് കല പഠിക്കാൻ വേണ്ടി പോയത് കൊണ്ട് മാത്രമല്ല, നമ്മളെന്തോ ഒരു 21 വയസ്സ് വരെ പഠിച്ചിരുന്നത് നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് റിയലൈസ് ചെയ്ത ചില വർഷങ്ങളാണ്. അപ്പോൾ അത് തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ തുടക്കം മുതലേ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള തോട്ട് പ്രോസസ്സുകളാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് വേറൊരു സൈറ്റിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന സ്വഭാവം ഒരിക്കലും കാണിച്ചിരുന്നില്ല. അപ്പോൾ ഇത് കിട്ടിയത് ഒരു ബ്ലെസ്സിങ് പോലെ. ഇപ്പോൾ ആർട്ട് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സോഷ്യൽ സ്പേസിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്, അപ്പോൾ അതിന് കാരണമായ അതിൻ്റെ ഒരു സമയം, ഞാൻ ചെന്നുപെട്ട കാലഘട്ടം, അതുപോലെ തന്നെ ചുറ്റിപ്പറ്റി നടന്ന വളരെ മാരകമായ നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന, ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ തുടർച്ച നമ്മൾ അനുഭവിച്ചു. അപ്പോൾ അത് ആയിരിക്കണം. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഞാൻ അതുകൊണ്ടാണ് ആദ്യം സംസാരിക്കുമ്പോൾ പറഞ്ഞത്, നമ്മളുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ആർട്ട് സ്പേസിൽ. ഇപ്പോൾ അന്ന് എൻ്റെയൊക്കെ ഫാദറുമായിട്ടൊക്കെ ഞാൻ ഏളി കത്തിടപാടുകൾ നടത്തുമ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു, ഒരു ആൾ വിശ്വസിക്കുന്ന ആളുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളായിക്കോട്ടെ, അദ്ദേഹം സമൂഹത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതകളായിക്കോട്ടെ, അത് തുടരാൻ പറ്റുന്നൊരു സൈറ്റ് തന്നെയായിട്ട് ഞാൻ ആർട്ടിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പിന്നീട് നമ്മളെല്ലാ തോട്ട് പ്രോസസ്സിലും അതിൻ്റെ റിക്കറിങ് പ്രാക്ടീസുകളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മളതിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാതെ ഇതാണ് ഈ നമ്മൾ ഇന്ത്യൻ ഒരു ആർട്ട് സ്പേസിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ട ഒരു ഭാഷ, അല്ലെങ്കിൽ നമ്മളിതിനു വേണ്ടി സ്റ്റാൻഡ്, യു ഷുഡ് ടേക്ക് എ പൊസിഷൻ. അത് കാരണം കൊണ്ട് വേറൊരു രീതിയിൽ അതിനൊരു സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിൽ ഞാൻ അതിനെ കാണാറില്ല. വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എത്തിപ്പെട്ട ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സൈറ്റ് പോലെ ആണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു സൂഫി യാത്ര, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ ചോദ്യത്തിലുണ്ടായിരുന്ന അമ്മാവൻ, അങ്ങനെയുള്ള സംഗതികളൊന്നും വന്നിട്ടില്ല? ഇല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ അത്തരം കാര്യങ്ങൾ പിന്നീടാണത്, ഇത്തരം ഈ പുറകിലുള്ള, അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, എൻ്റെ ഫാദറിൻ്റെ, അപ്പോൾ എൻ്റെ ഫാദറിലൊരു സൂഫി ടെൻഡൻസി ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള. പക്ഷെ ആളൊരിക്കലും ആ ഒരു അന്ന് ചില സൂഫി ടെൻഡൻസികളിൽ നമ്മൾ കാണുന്നൊരു ക്രിട്ടീക്ക് എന്ന് പറയുന്നത്, ഒരു എന്താ പറയുക, ഒരു ഇത്രയും വലിയ കുടുംബമുള്ള ഒരു വ്യക്തി ഇനി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി പിൻവലിയോ എന്നുള്ളത്. പക്ഷെ ഒരിക്കലുമില്ല. അപ്പോൾ ആൾ വളരെ സ്റ്റെഡ് ഫാസ്റ്റ് ആയിരുന്നു. ആൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി വളരെ ആക്റ്റീവായിരുന്നു. ഒരു വേറൊരു രീതിയിലൊരു ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റ് ട്രഡീഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഫോളോ ചെയ്തിരുന്ന കക്ഷിയാണ്. സൂഫി ട്രഡീഷണലുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഇസ്ലാമിക് പ്രാക്ടീസ്, 5 നേരം നിസ്കാരവും, അതോടൊപ്പം തന്നെ ഖാദി മാത്രം ധരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഉള്ളിലിടുന്ന ബനിയൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഖാദിയാണ്. പിന്നെ ഒരു പാരഗണ്ട്, ഒരു സ്ലിപ്പറും. കല്യാണത്തിന് അതൊരു പുതിയ, വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കല്യാണങ്ങൾക്ക് അതൊരു പുതിയ തരണം മേടിക്കും. ഈ ഒരു അത്രയും ലഘുവായിട്ട് ലാളിത്യത്തോടുകൂടി ജീവിച്ചിരുന്ന. അപ്പം ഇത്തരം പ്രോസസ്സുകളിൽ ഞാൻ എപ്പോഴും കണ്ടിരുന്നൊരു സംഭവം എന്ന് പറയുന്നത് കോമുക്ക
എന്ന് പറയുന്ന ഒരു നാട്ടുകാരുടെ ഒരു കോമുക്ക എന്ന് പറയുന്നത് ആൾ സൂഫിയല്ല, ആൾ സാമൂഹ്യ പ്രവർത്തകനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൾ ഒരിക്കലും സൂഫിയല്ല, ഒരു കുടുംബ പ്രാരാബ്ദങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു വളരെ എല്ലാവരുമായിട്ട് സന്തോഷത്തോട് പെരുമാറുന്ന ഒരു വാപ്പ, ആ ഒരു പൊസിഷൻ. ഇപ്പോൾ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻറ്റിമേറ്റായിട്ട് എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്ന ഒരു എന്താ പറയുക, ഇപ്പോൾ ഞാനിപ്പോഴും നാട്ടിൽ പോകുമ്പോൾ കോമക്കാട് മോനാണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു ലെഗസി തന്നെയാണ് ആൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് സ്ലിപ്പ് ആകുന്ന ഒരു അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം എൻ്റെ ഇപ്പോൾ ഫാദറിൻ്റെ സഹോദരനായാലും ഇപ്പോൾ സഖാവ് അബ്ദുള്ള എന്ന് പറയുന്ന മറ്റേ തൃശ്ശൂരുണ്ടായിരുന്ന ഇവരൊക്കെ കൊണ്ടു കടന്നിരുന്ന ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ അതൊരിക്കലും അവരെ ഒരു ഇത്തരം രീതിയിലേക്ക് തിരിച്ചുവിടാനുള്ള അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറാനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ തിരക്ക് പിടിച്ച ജീവിതം ജീവിച്ച ആളുകളാണ്. ഒരു കാലത്തും കമ്മിറ്റ്മെൻറ്റുകളും എപ്പോഴും ഇപ്പോൾ ഞാൻ ഈ ആദ്യത്തെ തീപ്പെട്ടി കമ്പനിയുടെ സംഭവം പറയുന്നത് ഉപ്പയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. കാരണം 90-95% ആ പ്രദേശത്തുള്ള കമ്മ്യൂണിറ്റി എൻഗേജ് ചെയ്തിരുന്ന ആ കമ്മ്യൂണിറ്റി എൻഗേജ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന മേഖലകളാണ് ഈ തീപ്പെട്ടി കമ്പനിയുടെ പാൻട്രോൾ, ഇപ്പോൾ ആ ബോക്സിങ് ആയാലും എല്ലാം മാറി. പക്ഷേ ആളെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എംപ്ലോയീസ് വെറും എംപ്ലോയീസ് മാത്രമല്ല, അവരുടെ കല്യാണ കാര്യങ്ങളിലും ഇടപെടും, വീട്ടുകാര്യങ്ങളിലും ഇടപെടും. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇത്തരം ഒരു സാധനമാണ്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ലില്ലിസം എന്ന് പറയുന്ന വൈറ്റ് വാഷിംഗ് പൗഡറിൻ്റെ ഓൾ കേരള ഏജൻ്റ് ആയിരുന്നു. തീപ്പെട്ടി കമ്പനി കപ്പൽ വന്നപ്പോൾ തീപ്പെട്ടി കമ്പനി നമ്മുടേത് പൊളിയുന്നുണ്ട്, മറ്റേ പേപ്പർ മാച്ചസ് വന്നപ്പോൾ ഇതും എല്ലാം മരത്തിലായിരുന്നു. പിന്നെ മെല്ലെ മാറി ശിവകാശിയ കണക്ഷനുകളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ചില കടക്കാർ ഉപ്പാനെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ കടയിൽ കയറി വന്നിട്ട് ഓർഡർ ഉണ്ടോ എന്നല്ല ചോദിക്കുക, മോളെ കല്യാണം എന്തായി എന്ന് ചോദിച്ചിട്ടാണ് സംസാരം തുടങ്ങുക. അല്ലെങ്കിൽ മക്കളെ പഠിപ്പ് കാര്യങ്ങൾ വീട്ടിലെന്താണ് വിഷയം. അപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ അദ്ദേഹം ഇപ്പോൾ ഇവിടെ വരുന്നപ്പോൾ പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിലുള്ള ആൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ആദ്യം ചോദിക്കുന്നതും പിന്നെ പോണ സമയത്താണ് എന്നാൽ ഓർഡറുകൾ തരുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇവൻ 96 ഞാൻ 4th ഇയറിൽ പഠിക്കുമ്പോൾ മരണപ്പെട്ടു എന്നുണ്ടെങ്കിലും then he becomes like a presence in a very different way. കാരണം ചില സമയത്ത് നമ്മളുണ്ടല്ലോ അങ്ങനൊരു ചില വിശ്വാസങ്ങൾ, പിന്നെ നമ്മുടെ കൂടെയാണ് ആൾ, ഫിസിക്കൽ പ്രസൻസ് ഇല്ല. പിന്നെ അപ്പോൾ അത് എന്നെ എൻ്റെ ആർട്ടിലൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആളുടെ ചില തീരുമാനങ്ങൾ എൻ്റെ വർക്കിൽ കണക്കായിട്ട് ചേരുന്നതാണ് അതുണ്ട്. അപ്പോൾ അതാണ് അതിലെ ഒരു സ്പിരിച്വൽ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത്. അത് ഈവൻ ടുഡേ ഐ എൻജോയ് ഇറ്റ്. അങ്ങനെ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു ഭാഗത്ത് സച്ചിൻ ടെണ്ടുൽക്കറും മറുഭാഗത്ത് ബാൽ താക്കറെയും പല പേരുകളിൽ നിൽക്കുന്ന അതിനിടയിൽപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ വളരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ മുസ്ലിം ഐഡൻറ്റിറ്റി എന്നുള്ള നേരത്തെ അതിനെപ്പറ്റി സൂചിപ്പിച്ചു. കാരണം ഒരാളേ ഉള്ളൂ. അന്ന് ആ 1992 അല്ലെങ്കിൽ 93 അതെങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? കാരണം പിന്നീട് അതൊരു വളരെ ഭീഷണമായ ഒരു അന്തരീക്ഷത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഇന്നിപ്പം നമ്മൾ പറഞ്ഞ ബാബരി മസ്ജിദിൽ നിന്നും രാമക്ഷേത്രത്തിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞ പോലെ ഒരു 1/4 നൂറ്റാണ്ടിൻ്റെ ദൂരം. അന്ന് എങ്ങനെയായിരുന്നു ഈ ബോംബെയിലെ ജീവിതത്തിൽ ഈ പറഞ്ഞ വളരെ പ്രശ്നങ്ങൾ സങ്കീർണമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നിലനിൽക്കുമ്പോൾ മുസ്ലിം ഐഡൻറ്റിറ്റി എങ്ങനെയാണ് റിയാസ് കോമനെ ബാധിച്ചത്? ഇപ്പോൾ നമ്മൾ ആർട്ട് ഹിസ്റ്ററി നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സൈറ്റിൽ ഇരുന്നിട്ട് തന്നെ അധികം ഇമാജിൻ ചെയ്തിട്ടില്ല അന്നൊന്നും. കാരണം നമ്മൾ ആർട്ടിസ്റ്റ് ആവുമെന്ന് പോലും നമുക്കറിയില്ലല്ലോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് വല്ലാതെ തലപൊകയുന്ന രീതിയിലായിരുന്നില്ല ഇത്തരം കാര്യങ്ങൾ സമീപിച്ചത്. പക്ഷേ നമ്മൾ ആർട്ട് ഹിസ്റ്ററി നോക്കുമ്പോൾ ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൈറ്റുകൾ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മോഡേണിസ്റ്റ് പീരീഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു നെഹ്റുവിയൻ കോസ്മോപൊളിറ്റൻ ട്രഡീഷനെ ഫോളോ ചെയ്യുന്ന ഒരു നേഷൻ ബിൽഡിംഗ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈറ്റായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. നമ്മളുടെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് അതൊക്കെ. കാരണം നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു കാലത്തെക്കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ത്യക്ക് മാത്രമായിരിക്കും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു കഷ്ണമായിട്ടുള്ളൊരു രാജ്യം ആയിട്ട് കിട്ടുന്നത്. വളരെ സെക്ടേറിയൻ സ്വഭാവങ്ങളും പ്രിൻസ്ലി സ്റ്റേറ്റുകളും. അപ്പോൾ അതിൻ്റെ ഒരു യൂണിഫിക്കേഷൻ പ്രോസസ്സ്
ഉണ്ടല്ലോ, ആ യൂണിഫിക്കേഷൻ പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ ഇടയിൽ കല ചെയ്തിട്ടുള്ള, കല ഇടപഴകിയിട്ടുള്ള മേഖലകൾ ഇപ്പോൾ സാഹിത്യ അക്കാദമിയിൽ വരുന്നു, ലളിതകല അക്കാദമി വരുന്നു, അതുപോലെ തന്നെ ശാന്തിനികേതനം മോഡേണിറ്റി ഒക്കെ എൻ്റെ ഒരു അത് കുറച്ച് പ്രീ ആണ്, കുറച്ച് അതിന് മുൻപാണത്. പക്ഷേ ഈ ഒരു സൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് പഠിച്ചെടുക്കാൻ നമുക്ക് തരുന്ന ചില സെക്കുലർ മാനദണ്ഡങ്ങളുടെ ഒരു സൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ നെഹ്റുവിയൻ പീരീഡിൽ ആ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്ത കലാകാരന്മാരുള്ള ഇന്ത്യൻ മോഡേണിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന, ഇന്ത്യൻ പ്രോഗ്രസീവ്സ് എന്നൊക്കെ വിളിക്കുന്നവരുടെ ഭാഷ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെപ്പോഴും ഒരു വെസ്റ്റേൺ, വളരെ അറിയപ്പെടുന്ന വെസ്റ്റേൺ മോഡേണിസത്തിനെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് വളരെ ലിബറേറ്റിംഗ് സ്പിരിറ്റോടുകൂടി പ്രാക്ടീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ് അവർ. അത് തന്നെയാണ് അന്ന് ഇപ്പോൾ നെഹ്റുവിൻ അല്ലെങ്കിൽ ആദ്യത്തെ ഇപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് തുടങ്ങിയ എല്ലാ പ്രസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് ഇത്തരം സാംസ്കാരിക പദ്ധതികൾ. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് എടുത്തു പറയാവുന്നത് അന്നത്തെ സാഹിത്യ അക്കാദമിയുടെ ചെയർപേഴ്സൺ ആയിരുന്നത് നമ്മുടെ ഇന്ത്യൻ സ്വന്തം പ്രധാനമന്ത്രി തന്നെയാണ്, നെഹ്റു തന്നെയാണ്. അപ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ. ഇത് ഒക്കെ നമ്മളെല്ലാം ചെയ്യുന്നത് ഈ രാജ്യത്തിനെ ഒരുമിച്ച് ബിൽഡ് ചെയ്യാന്നുള്ളത് ആ ഒരു കോൺഷ്യസ്നെസ്സിലാണ് ഇവരൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോഴും ചില സമയത്ത് ഇപ്പോൾ ഒരു ഹുസൈൻ്റെ വർക്ക്, അല്ലെങ്കിൽ അക്ബർ പതംസിയുടെ വർക്ക്, തയ്യബ് മേത്തയുടെ വർക്ക്, അല്ലെങ്കിൽ നസ്രീൻ മുഹമ്മദിയുടെ വർക്ക്, ഇവരെയൊന്നും വർക്ക് നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് നമ്മൾ ഐഡൻറ്റിറ്റിയുടെ കണ്ണ് ഉപയോഗിച്ചിട്ടില്ല, കലയാണ് നമ്മൾ കാണുന്നത്. പോലെ പിന്നീടാണത്. അപ്പം ഞാൻ തന്നെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടു നടന്ന കാരണമുണ്ട് ഒരിക്കലും ആ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വർക്കിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അത് പിന്നീട് ഇപ്പോൾ രഞ്ജിത്ത് ഹോസ്കോട്ടെ പോലുള്ള ഹിസ്റ്റോറിയൻസ് എൻ്റെ 2004 ചെയ്ത ഫെയ്ത്ത് അക്കംബ്ലി പ്രൊജക്റ്റുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ വളരെ ധൈര്യമായിട്ടാണ് മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, അതും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്പേസിൽ നിന്നുകൊണ്ട്. അതൊരു ഒരു കോംപ്ലിമെൻ്റാണ്. കാരണം ഈ 92-ന് ശേഷം ഇന്ത്യയിൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് അന്ന് പണ്ട് അക്ബർ പതംസിക്കും ഹുസൈനും തയ്യബ് മേത്തയ്ക്കും നസ്രീൻ മുഹമ്മദിക്കും അതുപോലെ തന്നെ ഇപ്പോൾ സോസയ്ക്കും അവർക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സ്ഥലത്ത് നിന്നുകൊണ്ടല്ല. കാരണം ഇന്ന് നമ്മൾ ഒരു വളരെ സർവൈലൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ, ഒരു സ്റ്റേറ്റിൻ്റെ ഒരു 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 വാച്ച്ഫുൾ ഐയുടെ അണ്ടറിൽ നിന്നിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിന്ന് നമ്മൾ മാറാൻ പറ്റിയിട്ടില്ല. അത് വീണ്ടും വീണ്ടും വളർന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഫണ്ടമെൻ്റലിസം, ഇന്ത്യൻ ലിബറൽ എക്കോണമി ഒരുമിച്ച് യാത്ര ചെയ്ത് പാരലായിട്ട് പോകുന്നതിന് പകരം ഇത് ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടി. ഇപ്പം ഈ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു സൈറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഒരു 30 വർഷം നമ്മൾ അനുഭവിച്ച ടെൻഷൻ പ്രോസസ്സുകൾ, പക്ഷേ ഇപ്പോഴും ഞാൻ തിരിച്ച് എൻ്റെ വർക്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു വലിയൊരു രസം എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളത്തിൽ ജീവിച്ച് വളർന്നു നിന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ എല്ലാ വർക്കുകളും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബോംബെ സെൻട്രിക്കാണ്. അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എക്കണോമിക് റിസ്ക് കൂടുതലാണ്, വേറൊരു രീതിയിൽ ഒരു പൊളിറ്റിക്കൽ റിസ്ക് കൂടുതലാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സ്പേസുകൾ നമുക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ ഇന്ത്യൻ മോഡേണിസ്റ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇന്ത്യൻ ആർട്ട് വേൾഡിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന എക്കണോമിക് ബാക്ക് ബോണായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഇന്ത്യൻ മോഡേണിസ്റ്റുകൾ, അവരുണ്ടാക്കി തന്ന, അവർ നെഹ്റുവിയൻ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് അവർ നമുക്ക് ഉണ്ടാക്കി തന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് ഇന്നും ഇന്ത്യൻ കണ്ടംപററി വർക്ക് ചെയ്യുന്നത്. ആ സ്പേസിലേക്കാണ് നമ്മൾ വർക്കുകൾ കാണിക്കുന്നത്. അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഇപ്പോഴും എക്സൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം തുടക്കം മുതലേ ഇപ്പോൾ ജെ സ്കൂൾ ഓഫ് ആർട്ട് ഹിസ്റ്ററി ഒരു ക്രാഫ്റ്റ് ട്രഡീഷൻ്റെ എക്സ്റ്റൻഷനായിട്ട് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഒരു സമയത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ സ്വഭാവം ഭയങ്കര ലിബറേറ്റിംഗ് ആയിട്ടുള്ള സൈറ്റിലേക്ക് പോകുന്നുണ്ട്. അബ്സ്ട്രാക്ട് സ്കൂളാകുന്നുണ്ട്. മറ്റിപ്പോൾ ശാന്തിനികേതൻ ബറോഡ പോലെ അല്ലാതെ അബ്സ്ട്രാക്ട് സ്കൂളിൻ്റെ ഇപ്പോൾ ഒരു ഗായത്വൻ്റെ പോലുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ തുടർന്നുണ്ടാകുന്ന ഒരു പോർട്രേറ്റ് ട്രഡീഷനിൽ നിന്ന് മാറിയിട്ട്, അപ്പോൾ നമ്മുടെ മുന്നിൽ കുറച്ചുകൂടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൂടെ വെക്കുന്ന കാരണമുണ്ട് നമ്മളെ എൻട്രാപ്പ് ചെയ്യുന്ന ഈ വേറൊരു രീതിയിൽ നമ്മളെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എൻട്രാപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആ ഒരു ഐഡൻറ്റിറ്റിയുടെ വിക്റ്റിമാവാതിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഒരു ലാർജർ പൊളിറ്റിക്കൽ പ്രൊമൈസിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയം കൂടിയാണത്. അങ്ങനെയാണ് ആ ഫെയ്ത്ത് അക്കംബ്ലി ഷോ ചില യാത്രയുടെ എക്സ്റ്റൻഷനൊക്കെ ആയിട്ട്, ഇപ്പോൾ ഞാൻ കറാച്ചിയിൽ ഒരു മാസം റെസിഡൻസി ചെയ്തതിന് ശേഷമൊക്കെ വരുന്ന എക്സ്റ്റൻഷനുകളാണ്. അപ്പം അതുണ്ട് ആ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് തരുന്ന
സ്ട്രെങ്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ള കക്ഷിയാണ് ഞാൻ. എന്നാൽ അതെൻ്റെ ഒരു പോരായ്മയോ അല്ലെങ്കിൽ ഞാൻ സപ്രസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു തോന്നലോ വെച്ചുകൊണ്ടല്ല വർക്കുകളിൽ അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് കുറച്ചുകൂടി ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന നമ്മുടെ സെക്കുലർ ക്രെഡൻഷ്യൽസ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയാക്കിയിട്ട് അതിനെ കാണുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഫെയ്ത്ത് അക്കംപ്ലിഷ് ഷോ വേറൊരു രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഈ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നം, മുസ്ലിം ഐഡൻറ്റിറ്റി എന്നുള്ളത് വളരെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. മാത്രമല്ല അതിൻ്റെ ആ വളർച്ചയുടെ കാലഘട്ടമാണ് 92 മുതൽ ഇങ്ങോട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ 2024 വരെ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അതുണ്ടാക്കുന്ന ഒരു ഭീതിയുടെ ഒരു അളവ് എങ്ങനെയാണ്? നമുക്ക് വെറും ആർട്ടിൻ്റെ ഭാഷയിലല്ലാണ്ട് സംസാരിക്കാൻ പറ്റും എങ്ങനെയാണ്? ഇല്ല, ഭയം എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ റൂമിയൊക്കെ പറഞ്ഞ പോലെ ഒരു ലിവ് വെയർ ദർ ഇസ് ഫിയർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അതിൻ്റെ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള, ഞാനൊക്കെ ചെന്നുപെട്ട സമയം ആലോചിക്കുമ്പോൾ എന്തോ നമ്മളവിടെ കൊണ്ട് വെച്ച പോലെ തോന്നിയിട്ടുള്ളൂ. നിൻ്റെ സ്ഥലമാണ്, നീ ഇനി ഇവിടെ നിന്നിട്ട് എന്തൊക്കെ ഇന്ത്യൻ കലാലോകത്തോടോ സമൂഹത്തോടോ നിനക്ക് സംസാരിക്കാൻ പറ്റുന്നു, നിനക്കൊരു ഭാഷ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ, അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെ നമ്മളെ ഇപ്പം എൻ്റെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ 9ാമത്തെ മകനാണ്. നമ്മൾ മാത്രം അവിടെ ഇങ്ങനെ ചെന്നപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് കിടന്ന് നടക്കായിരുന്നു. അപ്പോൾ ഐഡൻറ്റിറ്റി അല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഒരു നമ്മൾ ജനിച്ചു വളർന്ന ഒരു കൾച്ചറൽ മിലിയു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്പേസ് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റി മാത്രമല്ല. പക്ഷേ ആ സമയത്ത് ഉണ്ടാകുന്നൊരു ഷിഫ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് 9/11 സൈറ്റാണ്. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് വളർന്നു വന്ന ആ ഒരു ബാബർ മസ്ജിദ് ഡെമോളിഷന് ശേഷം ഉണ്ടായ ആ ഒരു പ്രോസസ്സ് വേറൊരു രീതിയിൽ ഗ്ലോബൽ സൈറ്റിലേക്ക് പീക്ക് ചെയ്യുന്നത് 9/11 സംഭവിക്കുന്നതോട് കൂടിയാണ്. അപ്പോഴാണ് നമ്മൾ വേറൊരു രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പിടിവിട്ടു പോകുന്ന സൈറ്റ്. കാരണം ആ ഒരു ഇസ്ലാമോഫോബിക് ഒരു വേറൊരു രീതിയിലുള്ളൊരു നമ്മൾ ആസ്പയർ ചെയ്തിരുന്ന ആ ഒരു വെസ്റ്റേൺ മോഡേണിറ്റി അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ആസ്പിറേഷണൽ ആർട്ട് സൈറ്റുകൾ, അമേരിക്കൻ സൈറ്റുകളൊക്കെ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു കൊലാപ്സ് ആകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ സൈറ്റുകൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം, അത് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആർട്ട് വേൾഡിൻ്റെ ചില മൂവ്മെൻറ്റുകൾ, അതിൻ്റെ ആർട്ട് വേൾഡിൻ്റെ ചില കൺഫെഷൻസുകൾ, ആർട്ട് വേൾഡ് ചെയ്തിട്ടുള്ള വളരെ ക്യൂററ്റോറിയലി ഡിസൈൻഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ, ഇന്ത്യൻ ആർട്ടിലേക്ക് വന്നിട്ടുള്ള വേറൊരു തരം എക്കണോമിക് താല്പര്യങ്ങൾ, ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്ത എക്സിബിഷനുകളുടെ ഹിസ്റ്ററീസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് പലപ്പോഴും ആ ഒരു സൈറ്റിൽ നിന്ന കാരണം കൊണ്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐഡൻറ്റിറ്റിയെ ഭേദിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്തും ഞാൻ ഈ ഇൻ്റർനാഷണലി നടക്കുന്ന പ്രാക്ടീസുകളെ ശ്രദ്ധിക്കുമായിരുന്നു. ഇന്ത്യയിൽ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ആർട്ട്, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടൊന്നും വരുന്നില്ല. ഇന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പല യങ് ആർട്ടിസ്റ്റുകളുടെ വർക്കുകളിൽ പല വ്യത്യസ്തമായ രീതിയിലുള്ള ഈ പഠിച്ച ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിലോസഫിയുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ ഒരു ട്രേഡിൻ്റെ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ സംഭവങ്ങൾ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് മലയാളി ചില ആർട്ടിസ്റ്റ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഞാൻ അവർ ചെയ്യുന്ന റിസർച്ചിൻ്റെ സ്വഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു അത്രയൊരു താല്പര്യം കൂടുന്നുണ്ട്. അത് ആർട്ട് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സെൻറ്ററാണ്. അതിപ്പോൾ ദളിത് ആർട്ട് പ്രാക്ടീസിൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കാരണം പുതിയൊരു ഭാഷ, കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു വിഷ്വൽ ഭാഷ ഉൽപ്പാദിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങനെ ഞാനതിനൊരു ഇപ്പോൾ ഇന്ത്യൻ ഒരു ഇസ്ലാമിക് ആർട്ട് പ്രാക്ടീസ് അങ്ങനത്തെ ഒന്നും ഒരു ടാഗൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെ ഇല്ല. പക്ഷേ അത്തരം കൺസേൺസ്, അത്തരം സിംബോളിസംസ്, ഇപ്പോൾ കാലിഗ്രഫി അല്ലെങ്കിൽ അത് നമുക്ക് തരുന്ന ഒരു തരം വേറൊരു അബ്സ്ട്രാക്ഷൻ, ഒരു ഇമേജ്ലെസ്നെസ്, അങ്ങനത്തെ പ്രാക്ടീസുകളിലേക്ക് ആർട്ടിസ്റ്റുകൾ അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടപെടാൻ നോക്കിയൊരു മേഖല എന്ന് പറയുന്നത് ഒരു നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് കൊളോണിയൽ ഹിസ്റ്ററിയുടെ ഒരു പ്രിമൈസ് വിട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ കണ്ട ഒരു വാർ മോങ്കറിങ്, അതിൽ വിക്ടിമൈസ് ചെയ്യപ്പെട്ട രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ
സിവിലൈസേഷണൽ ക്ലെൻസിങ് പ്രോസസ്സ് നടക്കുന്നത് കാണാം. അതിപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, ഇപ്പോൾ ഇറാൻ ആയിക്കോട്ടെ, ഇറാഖ് ആയിക്കോട്ടെ, സിറിയ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു സിവിലൈസേഷണൽ ക്ലെൻസിങ് പ്രോസസ്സ്. അപ്പോൾ എൻ്റെ തോട്ട് പ്രോസസ്സ് അവിടേക്ക് പോകുന്നുണ്ട്. കൃത്യമായിട്ട് ഞാൻ ചെയ്ത ഒരു 2005 ശേഷം ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ അത്ര ഭയങ്കരമായിട്ടൊരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ആ സമയത്താണ് വെനീസ് ബിനാലെ പ്രൊജക്റ്റിലെ വർക്കുകൾ ചെയ്യുന്നത്. കുറേ ഉദാഹരണങ്ങളായിട്ട് പറയാവുന്ന വർക്കുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാൻ പറ്റുന്നൊരു സിംബോളിസം ജാഫർ പനാഹിയുടെ സർക്കിൾ എന്ന് പറയുന്ന സിനിമയിലുണ്ട്. ഈ ഞാൻ വരച്ച ഈ പ്രധാനപ്പെട്ട ക്യാരക്ടർ അവർ ജയിലിൽ നിന്നും ചാടിയവരാണ്. അറിയാലോ, സിനിമ അറിയാലോ. ഈ ആരുസു എന്ന് പറയുന്ന പെൺകുട്ടി മുകളിൽ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് പോകുമ്പോൾ ഈ മറിയം അവർ മാർക്കറ്റിൽ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ പെട്ടെന്നൊരു വാൻ ഗോഗിൻ്റെ ഒരു പെയിൻറ്റിങ് കാണുന്നുണ്ട്. അത് എന്നെ ഭയങ്കരമായിട്ട് ഇപ്പോൾ കൂടുതൽ ചിന്തിപ്പിക്കുന്നൊരു ഇമേജാണ്. കാരണം അന്ന് ആ ഇമേജ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ആർജുനോട് പറയുന്നത് ഇവിടേക്കാണ് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത്, ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അവർ അതിൻ്റെ ഒരു വാൻ ഗോഗിൻ്റെ പെയിൻറ്റിങ് ആണ്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക് നരേറ്റീവിലേക്ക് പോകുന്ന വേറൊരു രീതിയിലുള്ള ഒരു ആർട്ട് ഹിസ്റ്ററിയിലെ ഒരു യൂറോപ്യൻ ഗ്ലോറി, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ നമ്മളെയൊക്കെ പല രീതികളിൽ നമ്മളെയൊക്കെ ഒരു കലയുടെ പല സാധ്യതകളും നമ്മളെ മനസ്സിലാക്കിപ്പിച്ച വലിയൊരു കലാകാരൻ്റെ ഒരു സൈറ്റ് കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാണ്, ഈ സ്ഥലത്തേക്കാണ്. അത് വെറും സ്ഥലം മാത്രമല്ല, ഒരു വ്യക്തിയാണ്. ആൾ കൊണ്ട് കിടന്ന ഐഡിയോളജികളാണ്, ആൾ പ്രതിപാദിച്ച വിഷയങ്ങളാണ്. അതിലൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയാണ്. അപ്പോൾ ആ പെൺകുട്ടിയാണ് ഞാൻ വരയ്ക്കുന്നത്. പക്ഷെ അന്ന് ആ ഒരു ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഒരു യൂറോപ്യൻ അന്ന് ഒരു പോസിബിലിറ്റിയെ ആ സിനിമ 2000 കൈകാര്യം ചെയ്യുന്നു. അത് പിന്നെ ഗോൾഡൻ ലയൺ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു പോസ്റ്റ് 9/11 ശേഷം, അല്ലെങ്കിൽ ഇന്ന് ഒരു യൂറോപ്പ് എന്ന് പറയുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടേക്ക് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അതാണ് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്ന, എങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന സമൂഹങ്ങൾ മൊത്തത്തിൽ നമ്മുടെ മുന്നിൽ മാറിപ്പോകുന്നത്. അപ്പം അതിനാ ഒരു വാൻ ഗോഗിയൻ പോയിന്റ് ആർട്ടിസ്ട്രിയുടെ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈറ്റായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചില കാര്യങ്ങൾ ഈ നമ്മുടെ മുന്നിലേക്ക് വരുന്നതാണത്. ഇപ്പോൾ ആ സിനിമ എൻ്റെ മുന്നിലൊരു പെയിൻറ്റിങ്ങിനുള്ളൊരു വിഷ്വൽ ഇമേജറി ആയിട്ട് ഞാൻ അങ്ങനെ കണ്ടതല്ലല്ലോ. അപ്പോൾ അതിൽ പിന്നീട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കോസ്മോപൊളിറ്റൻ എക്സസൈസ് നടക്കുന്നുണ്ട്. എനിക്കാണ് കമൽ ചോദിച്ച ചോദ്യത്തിന് ആ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ ഇമേജ് ഞാൻ പെയിൻറ്റ് ചെയ്ത 6 പോർട്രേറ്റുകളുമായിട്ട് ഈ സിനിമയുടെ ഹിസ്റ്ററി, ആ സിനിമയുടെ ഹിസ്റ്ററി, അതുപോലെ തന്നെ എൻ്റെ വർക്കിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് അതിൽ. ആ സിനിമയുടെ ഹിസ്റ്ററി ഇപ്പോൾ ജാഫർ പനാഹി ആ സിനിമ ചെയ്യുന്നത് ഒരു ആൻറ്റി കൺസർവേറ്റീവായിട്ടുള്ള ഒരു ഇസ്ലാമിക് ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ ക്രിട്ടിക്ക് ചെയ്യുന്ന സിനിമയാണത്. സ്ത്രീകളെ അവരുടെ സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്ന സിനിമയാണത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യപ്പെടുന്ന ഒരു ജനറേഷനെ, ഒരു ഇംപ്രസൻഡ് ആയിട്ടുള്ള ഒരു 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 സ്ത്രീ സമൂഹത്തെ അത് കാണിക്കുന്നുണ്ട്, ഭയങ്കര സപ്രസ്ഡ്. അപ്പോൾ ആ സിനിമ തന്നെ അത്തരമൊരു പ്രിസണിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ്. വീണ്ടും വീണ്ടും അവരതിലേക്ക് തിരിച്ച് എൻട്രാപ്പ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് സർക്കിൾ എന്നുള്ള പേര്. ആ സിനിമ പിന്നെ വെനീസിൽ കാണിക്കുകയും ആ സിനിമ ഇറാനിൽ നിരോധിക്കപ്പെടുകയും വെനീസിൽ ഗോൾഡൻ ലയൺ കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്കറിയാലോ, മറ്റേ ജാഫർ പനാഹി തടവിലൊക്കെ പോകുന്നുണ്ട്. ഈ വർക്ക് പിന്നീട് ഒരു പെയിൻറ്റിങ്ങിൻ്റെ രൂപത്തിലാണ് വെനീസ് ബിനാലയിൽ വീണ്ടും വരുന്നത്. അത് ഞാൻ വരച്ച ഒരു രൂപമായിട്ട്. പക്ഷെ ആ പെയിൻറ്റിങ്ങിൽ അന്ന് ആരസൂനെ നോക്കുന്ന ആ ക്യാരക്ടർ, ഷോപ്പിംഗ് മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കുന്ന ആ ക്യാരക്ടർ സിനിമയിൽ നോക്കുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്കിനെയാണ്. മുകളിലേക്ക് നോക്കുന്ന ആ ജെസ്റ്റർ, അതിൻ്റെ ഒരു ഡബിൾ പോസിബിലിറ്റി ആ ക്യാരക്ടറിന് വേറൊരു മീനിങ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതാണ് ആ ഒരു ഡിസ്കോഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ഡിസ്കോഴ്സിൻ്റെ ഭാഗം ആകാൻ പറ്റുക എന്നുള്ളതായിരുന്നു ആ രണ്ടാമത്തെ വെനീസ് യാത്രയിൽ ആ വർക്കിന് സാധിച്ചത്. അതൊരു വേറെ ഒരു
ഒരു ഇമേജിൻ്റെ ഒരു കോസ്മോപൊളിറ്റൻ സാധ്യതയാണ്. അത് റോബർട്ട് സ്റ്റോർ എന്ന് പറയുന്ന അമേരിക്കൻ ക്യൂറേറ്റർ അത് മനസ്സിലാക്കുകയും ബോംബെയിൽ നിന്ന് ആ വർക്ക് പിന്നെ ആളെൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പിന്നെ ഞാനായിട്ട് കൺവേഴ്സ് ചെയ്യുന്നുണ്ട് ആ വർക്കിൻ്റെ എന്തുകൊണ്ട് എനിക്ക് ആ വർക്ക് വെനീസിൽ കാണിക്കണമെന്നുള്ളത്. കാരണം അതൊരു പോസ്റ്റ് 9/11 ഒരു എന്താ പറയുക ഒരു ഇമ്പീരിയലിസ്റ്റ് സൊസൈറ്റിയുടെ കൺഫെഷണൽ സ്വഭാവം അന്നത്തെ വെനീസ് ബിനാലയ്ക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളും ഈ ദുരിതം പിടിച്ച ലോകത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരാണെന്നുള്ളൊരു തരം ഒരു വേവലാതിയുണ്ട്. അത് ആർട്ടിൽ സംഭവിക്കുന്നതാണ്. അങ്ങനെയാണ് പല ബിനാലകളും സർവേ പ്രൊജക്റ്റുകളാകുന്നതും തീമാറ്റിക്കായിട്ട് വളരെ പ്ലാൻഡായിട്ടൊരു 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു മ്യൂസിയം പ്രൊജക്റ്റ് പോലെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളെടുത്ത ആ ഒരു സാധ്യത കാരണം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയൊരു സൈറ്റിൽ നമ്മളൊരു ഐഡൻറ്റിറ്റിയുടെ എൻട്രാപ്മെൻറ്റിന് പകരം ഐഡൻറ്റിറ്റിയുടെ വേറെ സാധ്യതകൾ മറ്റുള്ളവരിൽ കാണുന്ന നമ്മൾ ആ ഒരു ഭാഷാ സാധ്യതകൾ വീണ്ടും ഡബിൾ ചെയ്ത് അവിടെ നിന്ന് പിന്നെ വേറൊരു സൈറ്റിൽ കാണിക്കുകയും ആ കൺവെർസേഷനെ വീണ്ടും ഡബിൾ ചെയ്യാൻ പറ്റുകയും അത് എല്ലാ ആർട്ട് ഫോമിൻ്റെയും സാധ്യതയാണത്. അത് എഴുത്തായാലും സിനിമയായാലും ചിത്രകലയായാലും എല്ലാ കാലത്തും അതിൻ്റെ ഈ വാൻഗോഗിൻ്റെ ചിത്രത്തിൻ്റെ സാധ്യതകൾ പോലെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ആർട്ടുമായിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റ് സൈറ്റ് എന്ന് പറയുന്നത്.